വേടനല്ല, ഞാൻ തുലയനല്ല, പറയനല്ല. എന്നിട്ട് പിന്നെ ഒരു വാക്കും കൂടെ പറയുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അന്തസ്സുള്ള ചാനലാണെങ്കിൽ അത് മ്യൂട്ട് ചെയ്തേ കൊടുക്കുള്ളൂ. നമ്മുടെ നാടിന് പൊതു പൈതൃകവും സംസ്കാരവും ഒക്കെ ഉണ്ട്. അസഭ്യത്തെ പോലും സബ്ലിമൈസ് ചെയ്യുന്ന ഒരു പുതിയ സംസ്കാരം വരികയാണ് ഇവിടെ. അത് ചെറുത്ത് തോൽപ്പിക്കപ്പെടേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അമ്പലങ്ങളിൽ പാടുന്ന സോപാന സംഗീതം, ആ സോപാന സംഗീതത്തിലുള്ള അഷ്ടപതി ആധാരമായ ഗ്രന്ഥം ഏതാണ്? ജയദേവന്റെ ഗീതഗോവിന്ദം 12ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതിൽ പറയുന്നത് എന്താണ്? ഗോപി വീന പയോദര മർദ്ദന ചഞ്ചല കരയുഗശാലി. തൽക്കാലം ഞാൻ അതിന്റെ പരസ്യമായിട്ട് അർത്ഥത്തിലേക്ക് വരുന്നില്ല. അതിന്റെ അർത്ഥം പരിശോധിച്ചാൽ ഇത്രമാത്രം ഒരു അശ്ലീലത്തിന്റെ പരകോടിയാണ് ഗീതഗോവിന്ദം എന്ന് പറയുന്ന നിത്യചൈതന്യരിയാണ്. അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വ്യാഖ്യാനിക്കുമ്പോഴാണ് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം അതിലെ അർത്ഥങ്ങൾ പറഞ്ഞാൽ അത്രമാത്രം അശ്ലീലമാണ് എന്നാണ് നിത്യചൈതന്യരി പറഞ്ഞിട്ടുള്ളത്. അതാണല്ലോ ഈ പറയുന്ന രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. മലയാളികൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കണ്ണനാ മുണ്ണിയെ കാണുമാറാകണം എന്നാണ് ആ പാട്ട്. അതിൽ പറയുന്നത് പാലാഴി മങ്കതൻ കൊങ്ക പുണരുന്ന കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം. എന്താ കൊങ്ക? ഞാൻ പറയുന്നില്ല, മലയാളി അത് സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അർത്ഥം കണ്ടെത്തുക, അല്ലെങ്കിൽ മലയാളം ഡിക്ഷണറി എടുത്ത് നോക്കുക. അത്രമാത്രം അശ്ലീലം. രംഭാതുല്യം തുടയിണയും തവ ജങ്കായുകളം മണിനൂപുരവും. കൃഷ്ണനെ പറ്റി പാടുന്ന നിന്റെ തുട രംഭയെ പോലുള്ള തുടയാണ്. ഇതിന് പിന്നെ എന്താ പറയണ്ട? ഇത് പിന്നെ വലിയ മനോഹരമായ സംഗതിയാ. ഇനി കൂത്തും കൂടിയാട്ടവും അതുപോലെ കഥകളി, ഇങ്ങനെ ഈ കലകളിലൊക്കെ തന്നെയുള്ള സ്ത്രീ വർണ്ണനകൾ എടുത്തൊന്ന് പരിശോധിക്കണം. അതിലൊക്കെ പിന്നെ എന്താണ് പറയുന്നത്? സംസ്കൃത സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം അടിസ്ഥാനപരമായി സ്ത്രീകളെ ലൈംഗിക ഉപകരണങ്ങളാക്കുകയും ലൈംഗിക അപദാനങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്ന പുസ്തകങ്ങളാണ്.